നോമാഡ് മെമോസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടൽക്കാടുകൾക്കിടയിലൂടെയുള്ള ഒരു യാത്ര അത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ? വരൂ, നമുക്ക് അങ്ങനെ ഒരു യാത്ര പോകാം. കല്ലടയാറിന്റെ തീരത്തുള്ള പ്രണവം റിസോർട്ടിലെ ഉച്ചഭക്ഷണത്തിന് ശേഷം നമ്മൾ ഇന്ന് അഷ്ടമുടിക്കായലിലേക്ക് പോകുന്നത് ചെറിയ കൈത്തോട് വഴിയാണ്. അതുകൊണ്ട് നമ്മുടെ യാത്ര ചെറിയ വള്ളത്തിലാണ്. കുട്ടികളെല്ലാം വളരെ എക്സൈറ്റഡ് ആയിട്ട് വള്ളത്തെ വെയിറ്റ് ചെയ്തിരിക്കുക. കുട്ടികൾ പലരും ആദ്യമായിട്ടാണ് വള്ളത്തിൽ കയറാൻ പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് അവരുടെ മുഖത്തുണ്ട്. നമ്മുടെ യാത്ര ഉച്ച കഴിഞ്ഞായതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ നമുക്കുള്ള തൊപ്പിയും കുടയും എല്ലാം ഈ വള്ളത്തിലുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഒരു കൂട്ടം പരുന്തുകള്. ആദ്യമായിട്ടാണ് ഇത്രയും പരുന്തുകൾ ഒരുമിച്ചുള്ളത് കാണുന്നത്. ഈ പരുന്തുകൾക്ക് ഇവിടെ നിന്നും ഒരുപാട് മീനുകളെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ ഈ പോകുന്നത് കല്ലടയാറ്റിൽ കൂടിയാണ്. ഈ കാണുന്ന ചെറിയ കൈത്തോട് വഴിയാണ് ഇനി നമ്മൾ അഷ്ടമുടിക്കായലിലേക്ക് പോകുന്നത്. ഇരുവശങ്ങളിലും നിറയെ തെങ്ങുകൾ നമുക്ക് കാണാം. തിരുവിതാംകൂർ ദിവാനായിരുന്ന കേണൽ മൺട്രോ കനാലുകളും ചെറു തോടുകളും ഉപയോഗിച്ച് ചിതറിക്കിടക്കുന്ന പ്രദേശങ്ങളെ ബന്ധിപ്പിച്ചു. കല്ലടയാറിന്റെയും അഷ്ടമുടിക്കായലിന്റെയും ഇടയിലുള്ള 8 ദ്വീപുകളാണ് മൺട്രോ തുരുത്തെന്ന് അറിയപ്പെടുന്നത്. ഈ ദ്വീപിൽ കുറെ വീടുകൾ ഉണ്ടെങ്കിലും പകുതിയിലും ആൾതാമസമില്ല. നമ്മളിപ്പോൾ ഈ കയറുന്നത് ഒരു ചെറിയ കണ്ടൽവനമാണ്. വള്ളത്തിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇതിനുള്ളിൽ കൂടി പോകാൻ പറ്റുകയുള്ളൂ. നമ്മൾ ഈ കണ്ടൽക്കാടിനകത്ത് പ്രവേശിച്ചപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? ഇവിടെ ഓളങ്ങളില്ല. കണ്ടൽക്കാടുകൾ ശരിക്കും മനുഷ്യനൊരു രക്ഷാകവചമാണ് തീർക്കുന്നത്. പ്രകൃതിയുടെ ശ്വാസകോശം എന്നാണ് ഈ കണ്ടൽക്കാടുകൾ അറിയപ്പെടുന്നത്. ഈ കണ്ടൽ ചെടിയുടെ വേരുകൾക്കിടയിൽ ഒരുപാട് ചെറിയ ചെറിയ ജീവികളുണ്ട്. കണ്ടൽ ചെടികളുടെ ഇടയിലൂടെയുള്ള ഈ യാത്ര ഒരു പ്രത്യേക വൈബ് തന്നെയാണ്.
ഇവിടൊക്കെ ഒരുപാട് ചെമ്മീൻ കെട്ടുകളുണ്ട്. കണ്ടൽക്കാടുകളിലൂടെ നടത്തുന്ന ഒരു യാത്ര പ്രകൃതിയുടെ ഹൃദയത്തിലേക്ക് നടത്തുന്ന ഒരു ആത്മയാത്ര പോലെയാണ്. ഇവിടെ ഓരോ ഇലയും ഓരോ വേരും നമ്മളോട് കഥകൾ പറയുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ടൽക്കാടുകൾ കൊണ്ടുവന്ന് കാണിക്കുന്നത് വളരെ നല്ലതാണ്. ഇവ മനുഷ്യന് എന്തുമാത്രം പ്രയോജനമുള്ളതാണെന്ന് അവർക്ക് മനസ്സിലാകും. അങ്ങനെ നമ്മൾ ഇപ്പോൾ അഷ്ടമുടി കായലിലേക്ക് പ്രവേശിച്ചു. കായലിലേക്ക് പ്രവേശിച്ചപ്പോൾ വെള്ളത്തിന്റെ സ്വഭാവം തന്നെ ആകെ മാറി. നല്ല ഓളം തട്ടാൻ തുടങ്ങി. ഈ കണ്ടൽക്കാടുകള് സമുദ്രജീവികൾക്ക് ഒരു ശിശു നേഴ്സറിയാണ്. മത്സ്യങ്ങളുടെയും ചെമ്മീൻ, ഞണ്ട് പോലെയുള്ള ജലജീവികളുടെയും കുഞ്ഞുങ്ങൾ ഇവിടെ വളർന്ന് പിന്നെ സമുദ്രത്തിലേക്ക് പോവാറുണ്ട്. അതിനാൽ മത്സ്യസമ്പത്ത് വർദ്ധിക്കുകയും തീരപ്രദേശങ്ങളില് മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിതോപാധി ലഭിക്കുകയും ചെയ്യുന്നു. കണ്ടൽക്കാടുകൾക്ക് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് വലിയ തോതിൽ ആഗിരണം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ നിയന്ത്രിക്കുന്നതിൽ ഇവയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ലോകം മുഴുവൻ പ്രകൃതിയുടെ ശ്വാസകോശം എന്ന് കണ്ടൽക്കാടുകളെ വിളിക്കുന്നത് വെറുതെ അല്ലെന്ന് മനസ്സിലായോ? ഈ കണ്ടൽക്കാടുകൾ കൊണ്ടുവന്ന് കാണിച്ചിട്ട് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, മനുഷ്യന്റെ അശ്രദ്ധയും വികസനത്തിന്റെ അമിത വേഗതയും കാരണം പല സ്ഥലങ്ങളിലും കണ്ടൽക്കാടുകൾ നശിച്ചു പോകുന്നു. നമുക്കിവയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം കണ്ടൽക്കാടുകൾ ഇല്ലാതെ തീരദേശങ്ങൾ സുരക്ഷിതമാകില്ല, പ്രകൃതി സന്തുലിതവും ആകില്ല. ഇവിടെ ഓരോ വേരും കഥകൾ പറയുന്നു, ഓരോ ഇലയും ശ്വാസം പകരുന്നു. ഉപ്പും മധുരവും കലർന്ന ജലത്തിനിടയിൽ വേരുകളാൽ താങ്ങി നിൽക്കുന്ന ഈ മരങ്ങൾ പ്രകൃതിയുടെ അത്ഭുത ശില്പങ്ങളാണ്. ദേ ഒരുപാട് പക്ഷികളെ കണ്ടോ? ഈ പക്ഷികൾക്കും ചെറുമൃഗങ്ങൾക്കും ഈ കണ്ടൽക്കാടുകൾ ഒരു അഭയലോകം തന്നെയാണ്. ചില അപൂർവ പക്ഷികളെ കാണുന്നത് ഈ കണ്ടൽക്കാടുകളിലാണ്. അതുകൊണ്ട് പക്ഷി നിരീക്ഷകർക്ക് ഇതൊരു സ്വർഗമാണ്. മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നത് കൊല്ലം ജില്ലയിലാണ്, അതും മൺട്രോ തുരുത്തിലാണ്. പ്രകൃതിയെയും ജലത്തെയും മലിനമാക്കാതെ മോട്ടോർ ഘടിപ്പിക്കാത്ത വള്ളത്തിൽ ഇങ്ങനെ തുഴഞ്ഞ് കണ്ടൽക്കാടുകളെ അടുത്തറിയുന്നതാണ് അഭികാമ്യം.
സാമ്പ്രാണിക്കൊടിയേക്കാൾ സുന്ദരമായ ചെറിക്കടവിൽ പോയ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുകൂടെ കണ്ടാൽ മാത്രമേ മൺട്രോ തുരുത്ത് യാത്ര പൂർണ്ണമാവുകയുള്ളൂ. Thank you for watching.